ഗൈസ് ഞങ്ങൾ കോയമ്പത്തൂർ പോവാണ്. 10:35 ഞങ്ങളെ ട്രെയിൻ. അപ്പോൾ ഇപ്പോൾ സമയം 10:25, 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോ പിടിച്ച് പോകാം. ഹലോ ഗായ്സ്, കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് സെം എക്സാമും സ്റ്റഡി ലീവും എന്തൊക്കെയോ ആയിട്ട് ആകെ തിരക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാനിരുന്നങ്ങ് മടി പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച കഴിയുകയും ചെയ്തു കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് കോളേജ് ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കോയമ്പത്തൂർ പോകുന്നത്. ട്രെയിനിൻ്റെ അഭിപ്രായം നല്ല ട്രെയിനാണ്. അതിസാഹസികമായിട്ടുള്ള ട്രെയിനിൽ കയറി എത്തിയതും ട്രെയിൻ വന്നല്ലേ, പിന്നെ പറയാൻ പറ്റിയ ബാക്കിയൊക്കെ കോയമ്പത്തൂർ എത്തി. ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഈ കോയമ്പത്തൂർ പോകുന്നത് എന്തിനാന്നൊക്കെ വഴിയെ പറയാട്ടോ. ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു. പക്ഷേ സമയത്തിന് തന്നെ എത്തി, കാരണം നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വന്നത്. നമ്മൾ ഈ കയറിയത് നോർത്തിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്തത് ആലപ്പുഴയിൽ നിന്നാണ്. പക്ഷേ സത്യം പറയാലോ, ഒട്ടും വൃത്തിയില്ലാത്തൊരു ട്രെയിനായിരുന്നു. ഈ ട്രെയിനിലാകെ 3 ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആദ്യം കയറിയ കോച്ചിൽ ഒട്ടും ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി ലാസ്റ്റ് ബാക്കിൽ പോയിരുന്നു. അവിടെ കമ്പാരിറ്റീവ്ലി സ്മെല്ല് കുറവായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിൻ എടുത്തപ്പം പതിയെ ഓക്കെ വന്നു. സത്യം പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് ആ സ്മെല്ലിൻ്റെ കാര്യം മറന്നുപോയി. അതാണ് ഉണ്ടായത്. കോളേജിൽ വന്നിട്ട് 4th ഇയർ ആയെങ്കിലും ആകെ ഒരു തവണ മാത്രമാണ് കേട്ടോ കോയമ്പത്തൂർ പോയത്. അത് നമ്മൾ കുറേ പേര് കൂടിയായിരുന്നു പോയത്. അതുകൊണ്ട് പിന്നെ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അവിടെ നമുക്ക് പോകേണ്ടത് ഒരു സ്ട്രീറ്റിലേക്കാണ്. ആ സ്ട്രീറ്റിൻ്റെ പേര് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ആ ഒരു ഐഡിയ മാത്രം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് ആരോടെങ്കിലുമൊക്കെ വഴി ചോദിക്കാം. അപ്പോൾ അവർ പറഞ്ഞു തരാതിരിക്കില്ലല്ലോ. പിന്നെ നമ്മുടെ കയ്യിൽ ഗൂഗിൾ മാപ്പും ഉണ്ട്. ഈ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ട്രെയിനിലിരുന്ന് കത്തിയടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു നോർത്ത് ഇന്ത്യൻ ചേട്ടനെ കിട്ടി കേട്ടോ. പിന്നെ പുള്ളിക്കാരന് ഞങ്ങളെ കൂടെ സംസാരിക്കാൻ കൂടി. ഏകദേശം കോയമ്പത്തൂർ എത്തുന്നവരെ ഞങ്ങൾ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുവേ പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾക്ക് പക്ഷേ ദാലും ചപ്പാത്തിയൊക്കെയാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ ഈ ഫുഡൊന്നും ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടോ. പക്ഷേ ട്രെയിൻ ഇറങ്ങാൻ മാത്രം പറ്റുന്നില്ല. ആളുകളെല്ലാം തിക്കിത്തിരക്കി ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ അവരവിടെ തരുന്നില്ല. അവസാനം ഞങ്ങൾ ട്രാക്കിലാണ് ഇറങ്ങിയത്. വല്ലാത്തൊരവസ്ഥ തന്നെ. കോയമ്പത്തൂർ വന്നിട്ട് ഇതല്ലേ ലാസ്റ്റ്. ഞാൻ പേടിച്ചു, ഏത് ട്രെയിൻ വല്ലതും വരുമോ ഇങ്ങനെ ഒരു ഞങ്ങൾ അനുഭവം ആദ്യമായിട്ടാ കോയമ്പത്തൂർ വരുന്നത്. ഇറങ്ങിയത് ട്രാക്കില്, പ്ലാറ്റ്ഫോമിലല്ല. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? സ്ട്രീറ്റ്. ഒപ്പന കുന്നാണോ? ഇനി ഒപ്പനക്കര സ്ട്രീറ്റിലേക്കാ പോകുന്നത്. അവിടെ എത്തിയിട്ട് പറയാം നമ്മൾ എന്തിനാ പോകുന്നത്. നമ്മളിവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെയായിരുന്നില്ല. ആകെ കൂടി ഒരു മൂടിക്കെട്ടിയ അവസ്ഥ. അതുമാത്രമല്ല നല്ല മഴക്കാറും ഉണ്ട്. മഴ പെയ്താൽ എന്തായാലും പണി കിട്ടും. കാരണം നമ്മുടെ കയ്യിൽ ആകെ ഒരു കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നടത്തം അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ഒപ്പനക്കര സ്ട്രീറ്റിലേക്ക്. സാധനം കിട്ടിയ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് നമ്മളിവിടെ വന്നത് ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റിന് ആവശ്യമായ ചില കോമ്പണൻസ് ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നോക്കി. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ഞങ്ങൾ ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഞാനൊരു ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും വെജ് ആയിരുന്നു, കാരണം നോമ്പെടുക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക്
അത്ര ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വേറെ ഏതെങ്കിലും കടയിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്കധികം കടകളൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ പോയ സൈഡിൽ അത്രത്തോളം ഹോട്ടലുകളൊന്നും കണ്ടതുമില്ല. അവസാനം അവിടെ ഉള്ളതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഒരു കട തിരഞ്ഞു പോവാന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഇനി അവിടെ പോയിട്ടും ഇതേപോലെയൊക്കെ ആണെങ്കിൽ സമയം വെറുതെ പോവുമല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചു. ഓപ്ഷൻസ് കുറവായിരുന്നെങ്കിലും ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഗൈസ്, ഡെലിന് ഇവിടെ ഇതുവരെ മറ്റേ ബൾബ് ഓഫായ പോലെ ഇപ്പോൾ ബൾബ് കത്തി. മെനു കാർഡിൽ അത്യാവശ്യം വെജ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ പനീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവസാനം ഡെൽന ഗീ റൈസ് തന്നെ കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷെ അവരത് അവിടെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയും ചമ്മന്തിയും കിട്ടി. അപ്പം തന്നെ ആൾ ഏകദേശം ഹാപ്പിയായി. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ നിന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ കടയിൽ കുറച്ച് സമയം കൂടി നിൽക്കേണ്ടി വന്നു. കാരണം നമ്മുടെ കയ്യിലാകെ ഒരു കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും കോയമ്പത്തൂർ വരെ വന്നു. പിന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്തില്ല. ഞങ്ങൾക്ക് ട്രെയിൻ വരാൻ അത്യാവശ്യം ടൈമും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ അടുത്തുള്ള മോൾ വരെ ഒന്ന് പോയി വരാമെന്ന്. കാരണം നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നടന്ന് തന്നെയാണ് മോൾ വരെ പോയത്. അവിടെ എത്തിയപ്പോഴേക്ക് ആകെ ടയേർഡായി. പിന്നെ നമ്മളവിടെ ഫുഡ് കോർട്ടിൽ വന്നിരുന്നു. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം ഈ 2.5 കിലോമീറ്റർ നമ്മൾ നടന്നാണല്ലോ വന്നത്. അതുമാത്രമല്ല ഇന്ന് ഞങ്ങൾ അത്യാവശ്യം നടന്നായിരുന്നു. ഞാനവിടെ ഐസ്ക്രീമും കയ്യിൽ വെച്ചുകൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ഇപ്പോൾ ഓർത്തിട്ട് എനിക്കും വലിയ പിടിയൊന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മളവിടെ അത്യാവശ്യം എല്ലാ ഷോപ്പിലും കയറി നോക്കി. എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എല്ലാ സ്റ്റോറിലും നമ്മൾ കയറി നോക്കിയായിരുന്നു. പിന്നെ നമ്മളൊന്ന് ഡൊമിനോസിലും കയറി. കാരണം ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ അപ്പോഴേക്കും വിശന്നായിരുന്നു. ഉച്ചയ്ക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും രാവിലെയും പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചിട്ട് നടന്നാണല്ലോ ഇവിടെ വരെ വന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും നല്ലോണം വിശക്കാൻ തുടങ്ങി. ഇവരൊക്കെ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വെജ് പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഓക്കെ ലെവലായിരുന്നു. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ 3 പേരുടെയും ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. ഞാനായിരുന്നു ഫസ്റ്റ് അവരെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അവരെ ഫേസ് എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത്ര കൊള്ളില്ല എന്ന്. കഴിച്ചു നോക്കിയപ്പോൾ അതങ്ങ് ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ഒക്കെ ആഡ് ചെയ്തപ്പോഴാണ് അത്യാവശ്യം ഒരു ഫ്ലേവർ കിട്ടിയത് തന്നെ. നമ്മൾ കഴിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. കാരണം ട്രെയിനിൻ്റെ സമയം ഏകദേശം ആയിരുന്നു. ഓട്ടോ പിടിച്ച് പോകാനായിരുന്നു പ്ലാനെങ്കിലും അവിടെ എത്തിയപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ ബസ്സിന് 6 രൂപയുള്ളൂ ഒരാൾക്ക്. നമ്മുടെ നാട്ടിലൊക്കെ 13 രൂപയല്ലേ മിനിമം ചാർജ്. നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പാലക്കാട് വരെയുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മിക്കവരും ജോലിക്ക് പോയി വരുന്ന ആളുകളായിരുന്നു കേട്ടോ ഇതിൽ. അങ്ങനെ നമ്മൾ തിരിച്ച് പാലക്കാട് എത്തി. അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി നടന്നായിരുന്നു. കാരണം 3 പേരും അത്യാവശ്യം നല്ല രീതിക്ക് ടയേർഡായിരുന്നു. എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ എത്തിയാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു പിന്നെ. അപ്പോൾ ബൈ ഗായ്സ്.